ലത്തീൻ സഭയുടെ തിരുവനന്തപുരത്തെ ബിഷപ്പ് ഹൌസിൽ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വെള്ളയമ്പലം ബിഷപ്പ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ, സഹായമെത്രാൻ ക്രിസ്തുദാസ് രാജപ്പൻ, വികാരി ജനറൽ യുജിൻ പെരേര എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. പുതിയ UDF മന്ത്രിസഭയുടെ രൂപീകരണത്തിൽ ലത്തീൻ സഭയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ അടിയന്തര നീക്കം നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബിഷപ്പ് ഹൌസിലെത്തി സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിലെ ജനമനസ്സുകൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നല്ലൊരു ശതമാനം തീരപ്രദേശത്ത് വസിക്കുന്ന ആളുകളാണ്. തീരപ്രദേശം വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്തതുകൊണ്ട് മാത്രം ഇന്നും ഈ അവസ്ഥയിൽ നിൽക്കുന്നു. ഓരോ വർഷകാലത്തും ഉണ്ടാകുന്ന അപകടങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ഓഖി ചുഴലിക്കാറ്റുണ്ടായപ്പോഴാണ് അതിൽ നിന്ന് കിട്ടിയ സംഭാവന, ജനസംഭാവന എടുത്തുകൊണ്ട് മറൈൻ ആംബുലൻസ് നിർമ്മിച്ചത്. പക്ഷേ അത് നിർമ്മിച്ച് ഒരു 2 മാസം പോലും കടലിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും നടക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതു രാഷ്ട്രീയ രംഗത്ത് വലിയ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ കാസർഗോഡ് മുതൽ മത്സ്യമേഖലയിലുള്ള തൊഴിലാളികൾ അവർ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുനമ്പം പ്രശ്നം, വിഴിഞ്ഞത്തെ പ്രശ്നം, ഈ പ്രശ്നങ്ങളെല്ലാം കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ പോയി നോക്കിയാൽ ശംഖുമുഖത്ത് കടൽ തീരമില്ല. ഈ കഴിഞ്ഞ ദിവസവും ഒരു കുട്ടി കടലിൽ മരിച്ചു. ഈ വിഴിഞ്ഞം പോർട്ട് വന്നതിന് ശേഷം കടലിൻ്റെ സ്ഥിതിയിൽ വലിയ മാറ്റം വന്നു, കടലിൻ്റെ ഒഴുക്കിൽ മാറ്റം വന്നു. നല്ല ദൃഢഗാത്രരായ ആളുകളൊക്കെ വലിയ ഈ കടൽ ചുഴിയിൽപ്പെടുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും പരിശോധിക്കുന്നില്ല. അപ്പം ഞങ്ങൾ മത്സ്യമേഖലയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളുടെ അനുഭവങ്ങളും അവരുടെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളുമൊക്കെ അറിയുന്ന ഒരു അംഗം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. ഞങ്ങളത് വേണ്ടത്ര ശ്രദ്ധയോടുകൂടി ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരം അതിരൂപത ബിഷപ്സ് ഹൗസിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: തീരപ്രദേശത്തെ വിഷയങ്ങളിൽ അദ്ദേഹം സർവാത്മന ഇടപെടുന്ന ആളാണ്. അദ്ദേഹം ആ രംഗത്ത് വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹം സന്നദ്ധമാണെന്ന് വാഗ്ദാനം ചെയ്തു. ഞങ്ങൾക്ക് അതിലൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും അതിർത്തിയുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫിഷറീസ് വകുപ്പും മന്ത്രിയും അതുപോലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഈ മത്സ്യത്തൊഴിലാളികളുടെ അനുഭവങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ മനസ്സും അറിയുന്നവരായിരിക്കണം ഫിഷറീസ് മന്ത്രി. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ശർമ്മ മന്ത്രി, അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു പറയുന്നത് സർക്കാരിൻ്റെ തീരുമാനമാണ്. ഈ മത്സ്യത്തൊഴിലാളികളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കരുത്. അപ്പോൾ അത്തരം ഒരു മനസ്സ് ഉദ്യോഗസ്ഥരിലും പൊതുസമൂഹത്തിലും ഭരണ സംവിധാനത്തിലും സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമുണ്ടാകണം. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയോടുകൂടി ഈ രംഗത്ത് ഇടപെടലുകൾ നടത്തുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വളരെ ക്രിയാത്മകമായ നടപടികളുണ്ടാകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. തങ്ങളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ലത്തീൻ സഭാ നേതൃത്വം പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നിരുന്നു.